സുഹൃത്തുക്കൾക്കും നമസ്കാരം. 2026 ഏപ്രിൽ മാസം പിറക്കുകയാണ്. മലയാളിക്ക് ഇത് കേവലം ഒരു മാസമല്ല, ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വിഷു എത്തുന്ന മേടമാസമാണ്. പ്രകൃതിയിൽ കനിക്കുന്ന പൂത്തുനിൽക്കുന്ന ഈ വേളയിൽ ആകാശത്തെ ഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? ഈ വീഡിയോയിൽ നൽകുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെയും ഗോചരഗ്രഹനിലയെയും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ പ്രവചനങ്ങളാണ്. ഇത് എല്ലാവരിലും ഒരേപോലെ സംഭവിക്കണമെന്നില്ല. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശാഭാരങ്ങൾ, ഗ്രഹബലം എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ ഇതൊരു മാർഗനിർദ്ദേശമായി മാത്രം കണക്കാക്കുക. കൃത്യമായ വിശകലനത്തിന് നിങ്ങളുടെ വ്യക്തിഗത ജാതകം ഒരു വിദഗ്ധ ജ്യോതിഷിയെ കാണിച്ച് പരിശോധിക്കേണ്ടതാണ്. ശനി മീനം രാശിയിൽ മൗഢ്യം കഴിഞ്ഞ് ഉദിക്കുന്നതും സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. 12 രാശിക്കാരുടെയും സമ്പൂർണ്ണമായ മാസഫലം, ഓരോ രാശിക്കും ചെയ്യേണ്ട പരിഹാരങ്ങൾ, ഭാഗ്യനിറം, ഭാഗ്യനമ്പർ എന്നിവയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. ഏപ്രിൽ 14-ന് സൂര്യൻ മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുന്നു. സൂര്യൻ മേടത്തിൽ ഏറ്റവും ബലവാനാണ്. ഇത് ഭരണരംഗത്തും കരിയറിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മീനം രാശിയിൽ ശനി തുടരുന്നവർക്ക് ഒരു ആശ്വാസവാർത്തയുണ്ട്. ഏപ്രിൽ 17-ഓടെ ശനിയുടെ മൗഢ്യാവസ്ഥ മാറുന്നു. ഇതോടെ കർമ്മരംഗത്തെ മരവിപ്പ് മാറി കാര്യങ്ങൾ വേഗത്തിലാകും. ദേവഗുരുവായ വ്യാഴം മിഥുനം രാശിയിൽ തുടരുകയാണ്. ജൂൺ മാസത്തിൽ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള അവസാന ഘട്ടമാണിത്. ഇത് മിഥുനം, തുലാം, കുംഭം രാശിക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകുന്നു. കുംഭം രാശിയിൽ രാഹുവിനോടൊപ്പം ചൊവ്വയും ബുധനും നിൽക്കുന്നത് ചില രാശിക്കാർക്ക് ദേഷ്യം വർദ്ധിക്കാനും തീരുമാനങ്ങൾ തെറ്റാനും കാരണമായേക്കാം. അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം. കാർഷിക രംഗത്തും ഭൂമി ഇടപാടുകളിലും നല്ല പുരോഗതി ഉണ്ടാകും. എന്നാൽ കുംഭത്തിലെ രാഹുചൊവ്വ സംഗമം കാരണം അഗ്നിഭയം, വാഹനാപകടങ്ങൾ എന്നിവയ്ക്കെതിരെ എല്ലാവരും ജാഗ്രത പാലിക്കണം. ഓരോ രാശിക്കാർക്കും ഈ ഗ്രഹമാറ്റങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ രാശിയുടെയും പൊതുവായ കാര്യങ്ങൾ, സാമ്പത്തികം, തൊഴിൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, പരിഹാരങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജന്മനക്ഷത്രമോ രാശിയോ അടിസ്ഥാനമാക്കിയുള്ള ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അത് ചെയ്യുക. നമുക്ക് ആദ്യ രാശിയായ മേടം രാശിയിൽ നിന്ന് ആരംഭിക്കാം. മേടം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽ ഭാഗം ജന്മരാശിയിൽ നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് ആത്മവിശ്വാസവും സമാധാനവും നൽകും. എന്നാൽ 12-ൽ ശനിയും സൂര്യനും നിൽക്കുന്നത് വ്യശനിയുടെ ഫലമാണ്. ഏപ്രിൽ 14-ന് സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഉച്ചനാകുന്നതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങും. ഏപ്രിൽ 14-ന് സൂര്യൻ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അവസാനം അനുകൂല വാർത്തകൾ ലഭിക്കും. 10-ാം ഭാവത്തിന്റെ അധിപൻ 12-ൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് അനാവശ്യ സ്ഥലംമാറ്റങ്ങൾക്കോ യാത്രകൾക്കോ സാധ്യതയുണ്ട്. സാമ്പത്തികം, വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുള്ള മാസമാണ്. ആശുപത്രി ചെലവുകളോ വീട് നന്നാക്കലോ വരാം. ഏപ്രിൽ പകുതിക്ക് ശേഷം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. കണ്ണിന് അസ്വസ്ഥതയോ ഉറക്കക്കുറവോ അനുഭവപ്പെടാം. ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെടാം. എന്നാൽ ആർട്സ്, ഡിസൈൻ മേഖലയിലുള്ളവർക്ക് ശുക്രന്റെ സ്വാധീനം വലിയ നേട്ടങ്ങൾ നൽകും. ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാജനം, എള്ളുവിളക്ക് തെളിയിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ അഭിഷേകം നടത്തുക. ഭാഗ്യനിറം ചുവപ്പ്, വെള്ള. ഭാഗ്യനമ്പർ -1, 9 ഇടവം, കാർത്തിക ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. പൊതുവായ കാര്യങ്ങൾ, 11-ൽ ശനിയും സൂര്യനും നിൽക്കുന്ന ലാഭസ്ഥാന ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ മാസം സഫലമാകും. തൊഴിൽ, ബിസിനസ്സുകാർക്ക് ഏറ്റവും മികച്ച മാസമാണിത്. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. 10-ാം ഭാവത്തിലെ ചൊവ്വരാഹു സംയോഗം ജോലിയിൽ ചില വെല്ലുവിളികൾ ഉയർത്താമെങ്കിലും നിങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അവയെ മറികടക്കും. സാമ്പത്തികം, 2-ാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ അനുകൂല സമയം. ആരോഗ്യം, പൊതുവെ ആരോഗ്യനില തൃപ്തികരമാണ്. എങ്കിലും കുംഭത്തിലെ രാഹുചൊവ്വ കാരണം രക്തസമ്മർദ്ദമുള്ളവർ ഇടയ്ക്ക് പരിശോധന നടത്തുന്നത് നല്ലതാണ്. എഡ്യൂക്കേഷൻ, മത്സരപരീക്ഷകളിൽ മികച്ച വിജയം. വിദേശ പഠനത്തിനുള്ള വിസ നടപടികൾ വേഗത്തിലാകും. പരിഹാരം,
വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. പാവപ്പെട്ട സുമംഗലികൾക്ക് വസ്ത്രം ദാനം ചെയ്യുക. ഭാഗ്യനിറം വെള്ള, ഇളം നീല. ഭാഗ്യനമ്പർ 2, 7 മകയിരം, ബാക്കി പകുതി, തിരുവാതിര, പുണർദം, ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവായ കാര്യങ്ങൾ. ജന്മരാശിയിലെ വ്യാഴം ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഒരു രക്ഷാകവചമായിരിക്കും. 10ൽ നിൽക്കുന്ന ശനിയും സൂര്യനും കരിയറിൽ വലിയൊരു പദവിയിലേക്ക് നിങ്ങളെ എത്തിക്കും. തൊഴിൽ, രാഷ്ട്രീയക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഏറ്റവും അനുകൂലമായ സമയം. പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ തൊഴിൽപരമായ സഹായം ലഭിക്കും. സാമ്പത്തികം, വരുമാനം ഇരട്ടിക്കാൻ സാധ്യതയുള്ള മാസമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യാൻ സാധിക്കും. ആരോഗ്യം, ശാരീരികക്ഷമത വർദ്ധിക്കും. പഴയ അസുഖങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. അധ്യാപകരുടെ പ്രശംസ പിടിച്ചുപറ്റും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. പരിഹാരം: വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ബുധനാഴ്ചകളിൽ പച്ചപ്പേർ ദാനം ചെയ്യുക. ഭാഗ്യനിറം പച്ച, മഞ്ഞ. ഭാഗ്യനമ്പർ 3, 5. കർക്കിടകം. പുണർദം അവസാനത്തെക്കാൽ ഭാഗം, പൂയം, ആയില്യം. 9ൽ ശനിയും സൂര്യനും നിൽക്കുന്നത് ഭാഗ്യഹാനിയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും 10ലെ ശുക്രൻ ആശ്വാസകരമാണ്. 12ലെ വ്യാഴം ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. തൊഴിൽ, ജോലിയിൽ അല്പം അസ്ഥിരത തോന്നാം. മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. സാമ്പത്തികം, അനാവശ്യമായ ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. ആത്മീയമായ ആവശ്യങ്ങൾക്കോ ദാനധർമ്മങ്ങൾക്കോ പണം ചെലവാകും. ആരോഗ്യം, പിതാവിന്റെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. കാലുകൾക്കോ സന്ധികൾക്കോ വേദന വരാൻ സാധ്യതയുണ്ട്. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥനയും ചിട്ടയായ പഠനവും ശീലിക്കുക. പരിഹാരം: ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുക. തിങ്കളാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഭാഗ്യനിറം ക്രീം, വെള്ള. ഭാഗ്യനമ്പർ 2, 4. ചിങ്ങം രാശിക്കാരെ, മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽ ഭാഗം. നിങ്ങളുടെ പ്രവചനം കേൾക്കൂ. 8ലെ ശനിയും സൂര്യനും പരീക്ഷണങ്ങൾ നൽകിയേക്കാം. എന്നാൽ 11ലെ വ്യാഴം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റും. 7ലെ രാഹുചൊവ്വ പങ്കാളിത്ത കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. തൊഴിൽ, ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടാം. സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വെല്ലുവിളികൾ ഉണ്ടാകാം. എങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തിയാൽ അവയെ മറികടക്കും. സാമ്പത്തികം, അപ്രതീക്ഷിതമായി പണം കൈവരാൻ സാധ്യതയുണ്ട്. ലോട്ടറി അല്ലെങ്കിൽ ഇൻഷുറൻസ് ലാഭം ലഭിക്കാം. ആരോഗ്യം, ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. ദൂരയാത്രകളിൽ വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാം. മാസത്തിന്റെ പകുതിക്ക് ശേഷം മാറ്റമുണ്ടാകും. പരിഹാരം: നിത്യവും ആദിത്യഹൃദയം ജപിക്കുക. ശനിയാഴ്ചകളിൽ ഹനുമാന് വെറ്റില മാല സമർപ്പിക്കുക. ഭാഗ്യനിറം ഓറഞ്ച്, സ്വർണ്ണനിറം. ഭാഗ്യനമ്പർ 1, 5. കന്നി. ഉത്രം ബാക്കിക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി. 7ാം ഭാവത്തിലെ ശനിയും സൂര്യനും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. 10ലെ വ്യാഴം തൊഴിൽപരമായ പുരോഗതിയും 6ലെ രാഹുചൊവ്വ ശത്രുവിജയവും നൽകും. തൊഴിൽ, പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയം. ബിസിനസ്സിൽ വിപുലീകരണത്തിന് പദ്ധതിയിടും. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കും. സാമ്പത്തികം, വരുമാനം വർദ്ധിക്കുമെങ്കിലും കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി വലിയ തുക ചെലവാകും. ആരോഗ്യം, സന്ധിവേദന, നടുവേദന എന്നിവ ശ്രദ്ധിക്കുക. യോഗ ശീലിക്കുന്നത് ഗുണം ചെയ്യും. എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് ഏറ്റവും മികച്ച മാസമാണിത്. വിദേശ പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യത. പരിഹാരം: ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഭാഗ്യനിറം ഇളം പച്ച, കടും നീല. ഭാഗ്യനമ്പർ 3, 6. തുലാം. ചിത്തിര ബാക്കി പകുതി, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. 6ാം ഭാവത്തിലെ ശനിയും സൂര്യനും നിങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കും. 9ലെ വ്യാഴം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും. 7ലെ ശുക്രൻ ദാമ്പത്യത്തിൽ സന്തോഷം നൽകും. തൊഴിൽ, വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടം ലഭിക്കും. കോടതി കേസുകളിൽ അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം, പുതിയ വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ അനുകൂലമായ സമയം.
കുടുംബസ്വത്ത് ലഭിക്കാൻ സാധ്യത. ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ്. എങ്കിലും ലഹരിവസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വഴിത്തിരിവാകും. ഉന്നത വിജയം കൈവരിക്കും. പരിഹാരം: ദേവീക്ഷേത്രത്തിൽ പായസം വഴിപാടായി നൽകുക. ലളിതാ സഹസ്രനാമം ജപിക്കുക. ഭാഗ്യനിറം വെള്ള, പിങ്ക്. ഭാഗ്യനമ്പർ 2, 7. വൃശ്ചികക്കാർക്ക് ഈ മാസം വളരെ സ്പെഷ്യൽ ആണ്. വിശാഖം ആദ്യത്തെക്കാൽ, അനിഴം, തൃക്കേട്ട. 5-ൽ ശനിയും സൂര്യനും നിൽക്കുന്നത് മക്കളുടെ കാര്യത്തിൽ അല്പം ഉത്കണ്ഠ നൽകാം. 8-ലെ വ്യാഴം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. 6-ലെ ശുക്രൻ സാമ്പത്തിക നേട്ടത്തിന് വഴിയൊരുക്കും. തൊഴിൽ: അപ്രതീക്ഷിതമായ ജോലി മാറ്റം വരാം. രഹസ്യ ശത്രുക്കളുടെ നീക്കങ്ങളെ ശ്രദ്ധിക്കുക. കഠിനാധ്വാനത്തിന് മാസാവസാനം ഫലം ലഭിക്കും. സാമ്പത്തികം: അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധ ഉപദേശം തേടുക. കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പഠനത്തിൽ അല്പം വൈഷമ്യം നേരിടാം. എന്നാൽ ക്രിയേറ്റീവ് ആയ വിഷയങ്ങളിൽ തിളങ്ങാൻ സാധിക്കും. പരിഹാരം: സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം നടത്തുക. ചൊവ്വാഴ്ചകളിൽ വ്രതം എടുക്കുക. ഭാഗ്യനിറം കടും ചുവപ്പ്, മഞ്ഞ. ഭാഗ്യനമ്പർ 1, 9. ധനു: മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെക്കാൽ. 4-ൽ ശനിയും സൂര്യനും നിൽക്കുന്നത് ഗൃഹസമാധാനത്തിന് ചെറിയ കോട്ടം വരുത്താം. എന്നാൽ 7-ലെ വ്യാഴം പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും പുതിയ ബന്ധങ്ങൾ നൽകുകയും ചെയ്യും. തൊഴിൽ: ജോലിയിൽ സ്ഥാനം മാറാനോ ഉത്തരവാദിത്തങ്ങൾ കൂടാനോ സാധ്യതയുണ്ട്. കലാകാരന്മാർക്കും മാധ്യമപ്രവർത്തകർക്കും പ്രശസ്തി ലഭിക്കും. സാമ്പത്തികം: വസ്തുക്കച്ചവടത്തിലൂടെ ലാഭം ലഭിക്കും. വരുമാനത്തിൽ കാര്യമായ കുറവ് ഉണ്ടാവില്ല. ആരോഗ്യം: മാതാവിന്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. എഴുത്തുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭ്യമാകും. പരിഹാരം: വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിക്ക് മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുക. നിത്യവും ഗായത്രി മന്ത്രം ജപിക്കുക. ഭാഗ്യനിറം മഞ്ഞ, കുങ്കുമനിറം. ഭാഗ്യനമ്പർ 3, 8. മകരം, ഉത്രാടം ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി. 3-ൽ സൂര്യനും ശനിയും നിൽക്കുന്നത് നിങ്ങളുടെ ധൈര്യവും ആത്മവീര്യവും വർദ്ധിപ്പിക്കും. എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും. 6-ലെ വ്യാഴം കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കും. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ സഹായം ലഭിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കും. സാമ്പത്തികമായി ഭദ്രതയുള്ള മാസമാണ്. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ സാധിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. മത്സരപരീക്ഷകളിൽ വിജയം. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. പരിഹാരം: ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം നൽകുക. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭാഗ്യനിറം കടും നീല, കറുപ്പ്. ഭാഗ്യനമ്പർ 4, 8. കുംഭം രാശിക്കാരെ ഈ ആഴ്ച അല്പം ശ്രദ്ധ വേണം. ജന്മരാശിയിൽ രാഹു, ചൊവ്വ, ബുധൻ എന്നിവ നിൽക്കുന്നത് ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. 2-ൽ ശനിയും സൂര്യനും നിൽക്കുന്നത് സംസാരത്തിൽ നിയന്ത്രണം വേണമെന്ന് സൂചിപ്പിക്കുന്നു. 5-ലെ വ്യാഴം ആശ്വാസം നൽകും. ജോലിയിൽ അല്പം അസ്വസ്ഥത അനുഭവപ്പെടാം. വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക. പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധ ഉപദേശം തേടുന്നത് നല്ലതാണ്. സാമ്പത്തികം: പണം കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്രതീക്ഷിത ചെലവുകൾ വന്നേക്കാം. ആരോഗ്യം: തലവേദനയോ രക്തസമ്മർദ്ദമോ ശ്രദ്ധിക്കുക. ശാന്തമായിരിക്കാൻ ധ്യാനം ശീലിക്കുക. പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. സാങ്കേതിക വിഷയങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. പരിഹാരം: ശാസ്താവിന് നീരാജനം നടത്തുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക. ഭാഗ്യനിറം ആകാശനീല, വയലറ്റ്. ഭാഗ്യനമ്പർ 5, 8. മീനം, പൂരൂരുട്ടാതി ആദ്യത്തെക്കാൽ ഭാഗം, ഉത്രട്ടാതി, രേവതി. ജന്മരാശിയിൽ ശനിയും സൂര്യനും നിൽക്കുന്നത് മാനസികമായ ഭാരം നൽകാം. 7 ശനി തുടരുന്ന കാലമായതിനാൽ ക്ഷമ പാലിക്കണം. 4-ലെ വ്യാഴം ഗൃഹസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ജോലിയിൽ തടസ്സങ്ങൾ നേരിടാം.
എന്നാൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റും. വിദേശത്ത് നിന്ന് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികം, കുടുംബസ്വത്ത് കൈവരാൻ സാധ്യതയുണ്ട്. ഭൂമി ഇടപാടുകളിൽ ലാഭം ലഭിക്കും. ആരോഗ്യം, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അധ്യാപകരുടെ ഉപദേശം തേടുക. പരിഹാരം: മഹാവിഷ്ണുവിനെ ഭജിക്കുക. വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ചൊല്ലുകയോ ചെയ്യുക. ഭാഗ്യനിറം മഞ്ഞ, വെള്ള. ഭാഗ്യനമ്പർ 3, 7. 2026 ഏപ്രിൽ മാസം ഓരോ രാശിക്കാരെയും എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഗ്രഹങ്ങൾ വഴി കാണിക്കുമ്പോൾ കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും കൂട്ടിനുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോയിൽ നൽകുന്ന ഫലങ്ങൾ നിങ്ങളുടെ ജന്മരാശിയെയും ഗോചരഗ്രഹനിലയെയും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ പ്രവചനങ്ങളാണ്. ഇത് എല്ലാവരിലും ഒരേപോലെ സംഭവിക്കണമെന്നില്ല. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ദശാഭാരങ്ങൾ, ഗ്രഹബലം എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. ഈ മാസത്തെ നിങ്ങളുടെ അനുഭവങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായവും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഠിനാധ്വാനവും ഈശ്വരവിശ്വാസവും കൂട്ടിനുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.